ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും, ഒരു കിടിലൻ കടല മിഠായിയുടെ റെസിപ്പിയാണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. പണ്ടത്തെ കുട്ടികൾക്കായിരുന്നാലും ഇപ്പോഴത്തെ കുട്ടികൾക്കായിരുന്നാലും ഏറ്റവും ഇഷ്ടമുള്ള മിഠായിയാണ് കടല മിഠായി. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് കടല എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെയാണ് ഒരു കപ്പ് ശർക്കരയും ഞാൻ എടുത്തിട്ടുണ്ട്. ശർക്കര ഇനി നമുക്ക് പാവ് കാച്ചിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ശർക്കര ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നമുക്ക് ശർക്കര സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഏത് പാത്രത്തിലാണോ കടല മിഠായി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലോട്ട് നമുക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ശർക്കര പാവ് നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ നമുക്ക് വെള്ളം എടുത്തതിന് ശേഷം ആ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൽ അലിഞ്ഞു പോവാതെ ഇതുപോലെ കട്ടിയായിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമുക്കടുത്ത് കടല ആഡ് ചെയ്ത് കൊടുക്കാം. കടലയും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കടല മിഠായി സെറ്റ് ആവാൻ വയ്ക്കുന്ന പാത്രത്തിൽ ഇതുപോലെ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കടല മിഠായിയുടെ ആ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇതുപോലെ പരത്തി കൊടുക്കാം. സൈഡൊക്കെ ഒരു കത്തി കൊണ്ട് ഇതുപോലെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഓയിൽ അപ്ലൈ ചെയ്തില്ല എങ്കിൽ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും, നമുക്ക് കറക്റ്റ് ഷേപ്പിന് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ്. കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കണം, എങ്കിൽ നല്ല കട്ടിയായിട്ട് കിട്ടുന്നതാണ് നമുക്ക്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ ഗായ്സ്.